4. മാന്യസദസ്സിന് ഞങ്ങളുടെ സ്നേഹവന്ദനം. ഒരു ഭക്തന്റെ നീണ്ട ജീവിത കഥ വെറും 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മുൻപിൽ കഥാപ്രസംഗ രൂപേണ അവതരിപ്പിക്കുന്നു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. മലയാളക്കരയെ മറക്കാത്ത ശ്രോതാക്കളുമായി വയലും കാടും മേടും പുഞ്ചയും ആ കേര വൃക്ഷങ്ങളും തങ്ങി നിൽക്കുന്ന മധ്യ തിരുവിതാംകൂറിലേക്ക് നമുക്കൊന്ന് യാത്രയാകാം. അതാ നോക്കൂ, ആ കാണുന്ന മൂത്തമ്മാക്കൽ തറവാട്ടിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഓലക്കുടിലിന്റെ മുറ്റത്താണ്. ഇടയാവന്മുളദേശത്ത് മൂത്താമ്പാക്കൽ ഭവനത്തിൽ മുത്തു പിറന്നേ, മണിമുത്തു പിറന്നേ, നക്ഷത്രങ്ങൾ കണ്ണിൽ വിരിഞ്ഞേ. കൊല്ലവർഷം 1509 വൃശ്ചികം 22-ാം തീയതിയാണ് കൊച്ചുകുഞ്ഞ് ജനിക്കുന്നത്. സൗമ്യനും നിർമ്മലനുമായിരുന്നു പിതാവായ എട്ടി. ഇടയാറന്മുള പേരിങ്ങോട്ട് പടിക്ക് കുടുംബാംഗമായ മറിയാമ്മയായിരുന്നു മാതാവ്. കടിഞ്ഞൂൽ സന്താനം ഒരാൺകുട്ടിയായിരുന്നുവെങ്കിലും 2.5 വയസ്സുള്ളപ്പോൾ ആറ്റും വീണ് മരിച്ചുപോയി. തുടർന്ന് 6 പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ ഈ ദമ്പതികൾക്ക് ഒരു മകന് വേണ്ടി അവർ കണ്ണീരും പ്രാർത്ഥനയുമായിരുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ. ആ പ്രാർത്ഥനയുടെ കണ്ണീരിന്റെ ഫലമായാണ് കൊച്ചുകുഞ്ഞ് ജനിക്കുന്നത്. എന്റെ സ്നേഹിതരെ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ അപേക്ഷ കൊടുക്കുന്ന നീയും അപേക്ഷ സ്വീകരിക്കുന്ന ദൈവവും മാത്രമായിരിക്കും. കുന്നംപുറത്ത് MTLP സ്കൂളിലാണ് കൊച്ചുകുഞ്ഞിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഹരിശ്രീ കുറിച്ചത്. ശൈശവ വിവാഹം നിലനിന്ന ആ കാലത്ത് കൊച്ചുകുഞ്ഞിന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഏക മകൻ വിവാഹിതനായി കാണുവാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് നോക്കൂ, എട്ടി തന്റെ ഭാര്യയായ മറിയാമ്മയെ വിളിച്ച് ഇപ്രകാരം പറയുന്നു. കൊച്ചുകുഞ്ഞിന്റെ വിവാഹത്തിനെ കുറിച്ച് ഓർക്കുമായിരുന്നു. നമ്മുടെ കൊച്ചുകുഞ്ഞ് ഒരു 12 വയസ്സാവുന്നില്ല. നീ അന്ന് കാര്യം നമുക്ക് പ്രായമായിരുന്നു. പിന്നാലെ നോക്കുന്നത് അച്ഛാ, എല്ലാം ദൈവഹിതം പോലെ. 1070-ാം ആണ്ട് കുംഭമാസത്തിൽ കുറിയന്നൂർ വട്ടപ്പന തോമസിന്റെ മകൾ ഏലിയാമ്മയെ അതാ കൊച്ചുകുഞ്ഞ് വിവാഹം കഴിക്കുന്നു. പിറ്റേന്ന് സ്കൂളിലെത്തിയ ഉടനെ കൊച്ചുകുഞ്ഞിന്റെ ചിരിയുടെയും പരിഹാസത്തിന്റെയും ബാലപടക്കുന്നതായി അതാ കൂട്ടുകാർ ഒത്തുകൂടുന്നു. ഒരുവൻ ഇങ്ങനെയും കമന്റ് ഇറക്കി, കൊച്ചുകളെ നീ കോളേജ് ചെലവള നിന്റെ അപ്പനെ എട്ടിയ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിഹാസങ്ങൾ സഹിക്കുവാൻ കഴിയാതെ വീട്ടിലെത്തിയ ഉടനെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, അപ്പച്ച, ഇനി ആ സ്കൂളിൽ പോകുവാൻ ഞാനില്ല. ഞാൻ കല്യാണം കഴിച്ചതിന്റെ പേരിൽ കൂട്ടുകാരെന്നെ കളിയാക്കുന്നു. അതാ മൂലയ്ക്ക് കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ ഏലിയാമ്മ പൊട്ടിച്ചിരിക്കുന്നു. മോനെ, നീ അന്ന് കാര്യമാക്കണ്ട. നിന്നെ ഒരു പള്ളിക്കൂടത്തിൽ വേറെ ഉണ്ടാക്കാൻ പോകും. അതിനുശേഷം പമ്പാ നദിക്കക്കരെ പൂവത്തൂരിൽ 2 ക്ലാസ് മാത്രമുള്ള ഇംഗ്ലീഷ് സ്കൂളിൽ പഠനം തുടർന്നു. കൊച്ചുകുഞ്ഞിന്റെ 15-ാമത്തെ വയസ്സിൽ മാതാവ് നിര്യാതയായി. പിതാവിനെ സഹധർമ്മിണിയുടെ വിയോഗം ക്ഷീണിതനാക്കി. അങ്ങനെ കുടുംബഭാരം കൊച്ചുകുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വന്നു. കൃഷിയായിരുന്നു പ്രധാന ജോലി. ഒരിക്കൽ തന്റെ പുരയിടത്തിൽ നെൽമണികൾ കൊത്തിപ്പറക്കുന്ന കാക്കയെ കണ്ട് ആ ഭക്തൻ ഇങ്ങനെ പാടി, നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റെടുത്തു. കൊച്ചുകുഞ്ഞിന്റെ 20-ാമത്തെ വയസ്സിൽ പിതാവ് മരണമടഞ്ഞു. ഇതിനോടകം കൊച്ചുകുഞ്ഞ് പിതാവായി തീർന്നു. പിന്നീട് ജീവിക്കുവാനുള്ള സമരമായിരുന്നു. പകൽ മുഴുവൻ എല്ലുമുറിയെ പണിയെടുത്തിരുന്ന കൊച്ചുകുഞ്ഞ് വൈകിട്ട് റാന്തൽ വിളക്കുമായി സുവിശേഷ പ്രവർത്തനത്തിനിറങ്ങും. പ്രാർത്ഥന കൂട്ടങ്ങൾ നടത്തുക, ആത്മീയ പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തിരുന്നു. ഒരു ദിവസം അദ്ദേഹം ക്ഷീണിതനായി രോഗിയെ ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു അതാ നടന്നു പോകുന്നു. ഉപദേശിയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ മുഖം മറിച്ച് അദ്ദേഹം നടന്നു നീങ്ങുന്നു. ഇത് നോക്കിക്കൊണ്ട് ആ ഭക്തൻ നിറഞ്ഞ കണ്ണുകളുമായി ഇങ്ങനെ പാടി, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടു കാണാതെയും പോകുന്നവർ, എന്നാലേ എനിക്കൊരു സഹായകൻ വാനിലുണ്ട് നാറിഞ്ഞാതിലുല്ലാസമേ. വ്യക്തമായ ദർശനവും ലക്ഷ്യവും ഉണ്ടായിരുന്ന കൊച്ചുകുഞ്ഞിന്റെ ജീവിതം കടുത്ത സംഘർഷങ്ങളുടെയും പരിശോധനകളുടെയും തീച്ചുളയായിരുന്നു. ദാരിദ്ര്യം വീട്ടിൽ തേർവാഴ്ച നടത്തി ബാഹ്യലോകവുമായി ഉണ്ടായിരുന്ന സമസ്ത ബന്ധുക്കളും വിച്ഛേദിക്കപ്പെട്ടു. ഭാര്യ മക്കളും അത് അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ആരും സഹായത്തിന്
മാത്രമല്ല നാട്ടുകാരും വീട്ടുകാരും ഒരുമിച്ച് പരിഹസിക്കുന്നു. ഇതിനിടയിൽ രണ്ടാമത്തെ മകൻ ഷമുവിന് കുട്ടി ലോകത്തോട് നിന്നേക്കുമായി ഇവിടെ പറയുന്നു. കൊച്ചുകുഞ്ഞിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതമായിരുന്നു അത്. ആ സമയം അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കി ആത്മാവ് നിറഞ്ഞു കണ്ണുനീർ ഗാനമായി മാറി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സാധുവിന്റെ പ്രസംഗം കേൾക്കാത്തവരായി ആ നാട്ടിൽ ആരുമില്ലായിരുന്നു. പ്രസംഗമുണ്ടെന്നറിഞ്ഞാൽ ജനങ്ങൾ സഭ വ്യത്യാസമന്യേ ഒന്നിച്ചു കൂടും. രാവിലെ 7:30 തുടങ്ങുന്ന പരിപാടി അവസാനിക്കുന്നത് രാത്രി 12:30 സാധു കൊച്ചുകുഞ്ഞിന്റെ പ്രസംഗവേദി ആത്മീയ ഉണർവിന്റെ പ്രഭാവലയം കൊണ്ട് അനുഗ്രഹീയമായിരുന്നു. ആത്മീയ ഉണർവെന്ന് പറയുമ്പോൾ ആവേശ പ്രകടനങ്ങളൊന്നുമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗീതങ്ങൾ ഉണർവ് ജ്വലിപ്പിക്കുന്നവയായിരുന്നു. ലൗകിക ജീവിതത്തിന്റെ നിസ്സാരതയും ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലുള്ള പ്രത്യാശയുമാണ് ഗീതങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അഗാധമായ പാപബോധമുള്ളവർ ഉള്ള ജനങ്ങൾ നിലവിളിയോടെ പാപങ്ങൾ ഏറ്റുപറയുകയും വിദേശികളായവർ കെട്ടിപ്പിടിച്ച് പരസ്പരം ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു. മന്ത്രവാദികളായ ചില യൗവനക്കാർ തങ്ങളുടെ ഗ്രന്ഥങ്ങൾ തീരിട്ട് ദഹിപ്പിക്കുകയും മോഷ്ടിച്ചും അപഹരിച്ചും എടുത്തിട്ടുള്ള സാധനങ്ങൾ അത് അവർ തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. അനേക വഴക്കുകളും തർക്കങ്ങളും മറ്റും യോജിപ്പിൽ തീരുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഒരിക്കൽ ശാരീരിക സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ ആ മനസ്സ് സ്വയം ചോദിച്ചു, എന്തേ ഇങ്ങനെ കിടക്കുന്നത്? ഇത് പതിവില്ലല്ലോ. പ്രാർത്ഥനയിലൂടെ തിരുഹിതം തേടിയിരുന്ന സാധു 3 ദിവസം ഉപവസിച്ചു. ഒടുവിൽ തിരുഹിതം ബോധ്യമായി. മരണം മരണം മരണം, അതെ, അത് സമീപിച്ചിരിക്കുന്നു. 1121 ആണ്ട് വൃശ്ചികം 14 തീയതി വ്യാഴാഴ്ച സംസ്കാരം സംബന്ധിച്ച് തന്റെ അന്ത്യാഭിലാഷങ്ങൾ അതാ ഒരു പെൻസിൽ കൊണ്ട് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നു. പ്രാർത്ഥനകളും പാട്ടുകളുമായി വ്യാഴാഴ്ച രാത്രിയും കടന്നുപോയി. ചർച്ചക്കാരും സ്നേഹിതരും മൂത്താമ്പത്തിൽ തന്നെ ഒന്നിച്ചുകൂടി. 15-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ സാധു ആവശ്യപ്പെടുന്നു, കർത്തൃകാഹളം എന്നെ ആ താരം പാടാമോ? കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിനാൾ പാർത്തലേ രക്ഷാപ്പെട്ടോരക്കേരെ കൂടി ആകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ആ പ്രത്യാശയുടെ ഗാനം കേട്ടപ്പോൾ അതാ സാധുവിന്റെ കണ്ണുകൾ തിളങ്ങുന്നു. 7 മണിയോട് കൂടി കുറച്ച് ശുദ്ധജലം എടുത്ത് നാവ് നനയ്ക്കുന്നതിന് തുനിഞ്ഞപ്പോൾ പകൽ ജലപാനം ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഭാര്യ മക്കളും കൊച്ചുമക്കളും ശിഷ്യന്മാരുമായി പലരും കിഴക്കക്കരികിൽ തന്നെയുണ്ട്. അടങ്ങാനാവാത്ത ദുഃഖം അവരുടെ കണ്ണുകളിലൂടെ നിറഞ്ഞു തുളുമ്പി. ചിലർ വിതുമ്പി കരയുന്നു. സാധു അവരെ ധൈര്യപ്പെടുത്തി, എടാ പിള്ളാരെ, നിങ്ങൾ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? ഇതുവരെ എന്നെ വിശ്വസ്തയോടെ നടത്തിയ നല്ലവനായ ദൈവം നിങ്ങളെയും നടത്തും. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി നിമിഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. സാധു കൈയും കാലും സാവധാനം നിവർത്തി. പ്രിയപ്പെട്ടവരുടെ തേങ്ങലിന്റെ സ്വരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അസഹ്യപ്പെടുത്തരുത്. മൂകത തളംകെട്ടി നിൽക്കുന്ന നിമിഷങ്ങൾ വളരെ നേരിയ സ്വരത്തിൽ സാധു ചോദിച്ചു, ഇതാണോ മരണം? മരിക്കുന്നില്ല, ഞാൻ വിശ്രമിച്ചോട്ടെ. 2 കൈകളും മുതലാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് വെച്ചു. അതിനുശേഷം മുകളിലേക്ക് ഉയർത്തുകയും വീണ്ടും മുമ്പിലത്തെ പോലെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ചെയ്തു. സാധു നിത്യത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഏകയാശ്രമായ കർത്താവിനെ എതിരേൽക്കുന്നതിന് ആ പാവനാത്മാവ് എത്രയോ ഗോളങ്ങൾക്കപ്പുറത്തേക്ക് യാത്രയായി. സാധുവിന്റെ നിർദ്ദേശപ്രകാരം കല്ലറയിൽ കുറിച്ചു വെച്ച വാക്കുകളാണ്. ആത്മാവ് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറം കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുന്നു. എന്റെ കർത്താവിന്റെ വരവെങ്കിൽ ദിവ്യ കൂടിക്കാഴ്ചയിൽ എല്ലാവരുമായി കണ്ടുകൊള്ളാം. ഇത്രയും നേരം ഞങ്ങൾ ശ്രമിച്ചേവർക്കും വേഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹം